ഭാനുമതി, നീയും കൂടെ അവനിങ്ങനെ വിഷമിപ്പിക്കല്ലേ. ഒരു പെറ്റമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ മഹേഷിട്ട്? ഇതൊക്കെ ആണോ? നീലോ ഗിരിക്കുവാണെന്ന് പറ്റിയെങ്കിൽ മഹേഷിട്ട് സഹിക്കുവോ? എനിക്ക് നിങ്ങൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. സ്വാതി കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിട്ട് മഹേഷേട്ടൻ ഇതുവരെ അവളെ ഒന്ന് വിളിച്ച് ചോദിക്കെങ്കിലും ചെയ്തോ? സങ്കടമുണ്ട് മഹേഷേട്ട, സങ്കടമുണ്ട്. ഞാൻ അവളെ പലതവണ വിളിച്ചു, കിട്ടുന്നില്ല. കിട്ടില്ല. അവക്കറിയാം ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അതുകൊണ്ടേ അവള് മനഃപൂർവ്വം എടുക്കാത്തതാ. അമ്മേ, അങ്ങനൊന്നും പറയാതെ വല്യച്ഛന് സങ്കടാവും. അയ്യോടാ, കണ്ടില്ലേ, ഇപ്പോഴും നിങ്ങൾക്ക് വിഷമാവെന്ന് വിചാരിച്ച അവന്റെ സങ്കടം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഭാനുമതി. നന്ദിനിക്കും ഗൗരിക്കും വേണ്ടിയിട്ടാ രാജീവ് ഇത്രയും തല്ലുകൊണ്ട്. അതെനിക്കറിയാം. എന്തായാലും സ്വാതി ഒന്ന് വരട്ടെ. ഇതിനുള്ള മറുപടി അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. പോരെ? അയ്യോടാ. അമ്മേ, എന്താടാ? എനിക്ക് തല്ല് കിട്ടി, കാര്യം ശരി തന്നെ. പക്ഷേ ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്നുവെച്ചാ എന്റെ അമ്മേ, ഈ സംഭവത്തോടു കൂടി ഇവിടെ എല്ലാവർക്കും എന്നോടൊരു താല്പര്യം കൂടിയിട്ടുണ്ട്. അതമ്മ ശ്രദ്ധിച്ചോ? അതെങ്ങനാ? അവളുമാർക്ക് കിട്ടേണ്ട അടിയെല്ലാം കൂടെ നീയല്ലേ വാങ്ങിച്ചു കൂട്ടിയത്? അതുകൊണ്ടായിരിക്കും. അതെ, അത് തന്നെ കാരണം. ഇതിനേക്കാളും നല്ലൊരു അവസരം ഇനി നമുക്ക് കിട്ടാനില്ല. സ്വാതിയടത്തേക്കെതിരെ പ്രയോഗിക്കാൻ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ് ഈ സംഭവം. അതെ, ഇതുവരെ കളിച്ച കളിയിലെല്ലാം വിജയം അവളുടെ പക്ഷത്തായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ അവളെ തറപറ്റിക്കും. ഇപ്പം മുകളിൽ കരഞ്ഞു നിലവിളിക്കുന്ന ആ സാധനമില്ലേ, രാജീവേട്ടന്റെ അമ്മ, അതൊരൊന്നൊന്നര ഐറ്റവാ. അവരിവിടെ പൂരപ്പറമ്പാക്കും. ആ പൂരത്തിന്റെ വെടിക്കെട്ടിന് തിരി കൊളുത്താനുള്ള അവകാശം ഗൗരിയച്ചിക്കുണ്ട്. ഗൗരിയച്ചിയുടെ ഭർത്താവാണല്ലോ ഈ കണ്ട അടിയത്രയും കൊണ്ടത്. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും ഇവിടെ തിരി കൊളുത്താൻ ഗൗരിയച്ചി മതി. നിക്കടി. നീ തോൽവി സമ്മതിച്ചോ? എന്റെ കൂടെ അഭിനയിക്കാൻ നീ നീലിനെ ഇത്രയും വേഗം സമ്മതിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. വേദേ, നീ ഒരു മണ്ടിയാ, മരമണ്ടി. ഇവിടെ തോൽക്കാൻ പോകുന്നതേ നീയാ. ഈ സിനിമയിൽ അഭിനയിക്കാനാ എന്റെ ഭർത്താവ് വന്നത്. ഏട്ടൻ അഭിനയിക്കുക തന്നെ ചെയ്യും. പക്ഷേ എന്റെ കൂടെ അഭിനയിക്കേണ്ടത്. അത് സാരമില്ല. നമ്മളൊരു ജോലി ഏറ്റെടുത്താ അത് 100% ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം. പിന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോ ചിലപ്പോ നായകന്മാർക്ക് പട്ടിയുടെയും പൂച്ചയുടെയും കൂടെയൊക്കെ അഭിനയിക്കേണ്ടി വരില്ലേ? ഇത് ഞാൻ അങ്ങനെ അങ്ങ് കരുതിക്കോളാം. പക്ഷേ ഞാൻ അയാളുടെ ആദ്യ കാമുകിയാ. നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ അയാളെ തൊട്ടും തലോടിയൊക്കെ അഭിനയിക്കുന്നത് കണ്ട് നിന്റെ ചങ്ക് പൊടിയും. എന്താടി ചിരിക്കുന്നത്? എടി, നീ താലി കണ്ടോ? ഇതിന്റെ പരിശുദ്ധി എന്താന്നറിയോ നിനക്ക്? അതെങ്ങനെയാ? ഒരാളെ പ്രേമിച്ചു, പിന്നെ അയാളുടെ അനിയനെ കെട്ടി, ഒടുവിൽ അയാളുടെ അമ്മയെ കൊന്ന് ജയിലിൽ പോയി. അങ്ങനെയുള്ള ഒരാൾക്ക് അതിന്റെ മഹത്വം പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ ഒരു മഹത്വം. എന്റെ മുന്നിൽ തോറ്റതിന്റെ നാണക്കേട് മറയ്ക്കാൻ നീ പറയുന്ന വെറും വാക്കാ ഈ താലി മഹാത്മ്യം. നിനക്ക് അങ്ങനെ തോന്നും. ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പരസ്പര സ്നേഹവും വിശ്വാസവും എന്താണെന്ന് നിനക്കറിയില്ല. മനസ്സുകൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ ആഴവും നിനക്കറിയില്ല. ഈ താലിയും അതിന്റെ വിശുദ്ധിയും അറിയുന്ന ആളാ നീൽ മഹേഷ്. നീയെന്നല്ല, ഏത് രംഭ ഏട്ടന്റെ മുമ്പിൽ അഭിനയിക്കാൻ വന്നാലും ഏട്ടന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടാവൂ.
കിഷോറെ, ആ ഫസ്റ്റ് ഒരു വൈഡ് ഷോട്ടാണ്. ഓക്കെ ഒരു 3 ബിറ്റ് ട്രാക്ക് ഇട്ടോളൂ. ഓക്കെ സാർ. ശരി, വാ ശരി. സ്ക്രിപ്റ്റ് തരൂ. ഹായ്. ഹായ്. വെയിറ്റ് സർ. ആ വൈദേഹി ഇരിക്കെ. സാർ എന്തിനാ വിളിച്ചത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഉം. വൈദേഹി അഭിനയത്തോടുള്ള ഭ്രമം കൊണ്ട് സിനിമയിൽ വന്നതാണോ അതോ നീലിനോടുള്ള വാശി കൊണ്ട് വന്നതാണോ? വ്യക്തിപരമായ വിരോധങ്ങൾ തീർക്കാനുള്ള സ്ഥലമായി സിനിമയെ കാണരുത്. ഇതൊരു കലയാണ്. അയ്യോ സർ, എനിക്കങ്ങനെ ഒരു വിരോധവും ഇല്ല. എന്റെ കൂടെ അഭിനയിക്കില്ല എന്ന് നീല് പറഞ്ഞതിന് ഞാനും എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞതാ. കുട്ടിയെ കണ്ടപ്പോ ഒരു പാവമാണെന്ന് എനിക്ക് തോന്നിയത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ സർ. സത്യത്തിൽ നീലിന്റെ അമ്മയെ കൊന്നത് കുട്ടിയാണോ? അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ സർ. അതിനെക്കുറിച്ചൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് ആ വിഷയം വിടാം സർ. ഓക്കെ സർ, ഇപ്പൊ എടുക്കുന്ന സീനൊന്നും തരുമോ? ഈ സീനാ ഇപ്പൊ എടുക്കുന്നത്. കൊള്ളാം സർ. നായികയെ വളരെ കാലത്തെ വേർപിരിയലിന് ശേഷം നായകൻ വീണ്ടും കാണുന്നു. അതെ, നമ്മളിത് നേരത്തെ എടുത്ത സീന് നായിക മാറിയത് കൊണ്ടാ റീഷൂട്ട് ചെയ്യേണ്ടി വന്നത്. ഈ സീൻ മാറ്റി വെച്ചാലോന്നാ ഇപ്പൊ എന്റെ ആലോചന. അതെന്താ സർ? ഈ മാനസികാവസ്ഥയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ സീൻ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമോന്ന് എനിക്ക് സംശയമുണ്ട്. അഭിനയല്ലേ സർ, പറ്റും. ഗുഡ്. ആ അതെ, താനത് നന്നായിട്ട് ഒന്നുകൂടി വായിച്ചു നോക്ക്. ഓക്കെ ഓക്കെ. ആ ലൈറ്റ് റെഡിയാണോ നോക്ക്. ശരി സാർ. ഏട്ടാ, ഏട്ടന്റെ ടെൻഷൻ എനിക്കറിയാം. പക്ഷെ നമ്മളിപ്പോ ഇത് സഹിച്ചേ പറ്റൂ. വേദയില്ലെങ്കിൽ മറ്റൊരുത്തി ആരായാലും അഭിനയിച്ചല്ലേ പറ്റൂ. അതോ ആദ്യം പ്രേമിച്ചവളെന്ന ചിന്ത ഇപ്പോഴും ഉള്ളിലുണ്ടോ? ഇങ്ങനെ തളർന്നു നിൽക്കല്ലേ, ഞാനില്ലേ കൂടെ. ഏട്ടന് പറ്റും. ഏട്ടന്റെ സിനിമ തിയേറ്ററിൽ നിറഞ്ഞോടുന്നതും ആളുകൾ ആഹ്ലാദത്തോടെ ആർപ്പ് വിളിക്കുന്നതും എല്ലാം എന്റെ സ്വപ്നം. അതിനിടയില് ഇത്തരം തടസ്സങ്ങളൊക്കെ തട്ടിമാറ്റി മുന്നോട്ട് പോയേ പറ്റൂ. താൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മനസ്സ് നിറയെ അമ്മയാ. അച്ഛന്റെയും ഗിരിയുടെയും സങ്കടമാ. തന്റെ കരച്ചില്ല. പിന്നെ എങ്ങനെയാ? ഒക്കെ പറ്റും. സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് മനുഷ്യനെന്നല്ലേ പറയുന്നത്. ഈ പ്രതിസന്ധി ഇപ്പൊ നമുക്ക് മുന്നിൽ ഉണ്ടായത് മറ്റൊരു നന്മ സംഭവിക്കാനാണെങ്കിലോ? എന്ത് നന്മ? അതെനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സങ്ങനെ പറയുന്നു. ഒന്നും വെറുതെ സംഭവിക്കില്ല എന്നല്ലേ പറയുന്നത്. ഇതിനും ദൈവം എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണാതിരിക്കില്ല. ഏട്ടാ, എന്താടോ? എന്റെ ദേഷ്യം അവളോട് തന്നെ തീർക്കാനുള്ളൊരു വഴി ഈശ്വരൻ കാണിച്ചു തന്നു. എന്ത് വഴി? താൻ എന്താ ഈ പറയുന്നേ? അത് സർപ്രൈസ്. അത് ഞാൻ പിന്നെ പറയാം.
ഇതങ്ങനെ വിട്ടുകൊടുക്കരുത്. ഷോ പാവ രാജീവേട്ടൻ തല്ലുകൊണ്ട് നിലവിളിച്ചത് ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുക. എല്ലാത്തിനും അവർ ഒറ്റൊരുത്തിയ കാരണം. ഇന്ന് അവളിങ്ങോട്ട് വരട്ടെ. ഈ ഭാനുമതി ആരാണെന്ന് ഞാൻ അറിയിച്ചു കൊടുക്കാം. അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നാ ഗൗരിയേച്ചി പറഞ്ഞത്. ഇപ്പെങ്ങ എത്തും. എന്തായാലും ആന്റി തയ്യാറായി നിന്നോ. വാ. നിക്കടിയോടെ. എന്ത് ദ്രോഹമാടി ഞാനും എന്റെ മോനും നിന്നോട് ചെയ്തത്. നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി ഇതൊക്കെ ചെയ്യാൻ? അമ്മായി എന്തൊക്കെയാ ഈ പറയുന്നേ? സ്വാതി എന്ത് തെറ്റ് ചെയ്തെന്ന് അമ്മായി പറഞ്ഞു വരുന്നത്? ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ ഇവളുടെ പേരും പറഞ്ഞ് ഒരുത്തൻ ഇവിടെ കയറി വന്ന് ദാ നന്ദിനിയുടെയും ഗൗരിയുടെയും ദേഹത്ത് കൈവച്ചത്? അത് കണ്ടിട്ട് ഇവരെ രക്ഷിക്കാൻ വന്ന എന്റെ മോനെ ആ തെമ്മാടി അടിച്ച് ചമ്മന്തിയാക്കി. അമ്മായി രാജീവിനെ അടിച്ചെന്നോ? ആരാ ചെയ്തേ? ഒരു തെമ്മാടി. സുധീന്ന് അവൻ പേര് പറഞ്ഞേ. സ്വാതി അടുത്തോട് ചോദിച്ചു നോക്ക്. ഇവർക്കറിയാം അവൻ ആരാന്ന്. എന്നെയും ഗൗരിയേച്ചി ശരിക്കും ഉപദ്രവിച്ചു. മാനം തിരിച്ചു കിട്ടിയതിന്റെ ഭാഗ്യം. സ്വാതി ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? എനിക്കറിയില്ല ഏട്ടാ. സ്വാതി ഈ വീട്ടിൽ കയറി വന്ന് ഇവിടെ ഉള്ളവരെ കൈവയ്ക്കാൻ മാത്രം ധൈര്യമുള്ളവൻ ആരാ? എനിക്കെങ്ങനെ അറിയും? മിണ്ടരുത് നീ. നീ ഒറ്റ ഇതിനെല്ലാം കാരണം. എന്റെ മോനെ വന്ന് കാണടി നീ. അമ്മായി ഞാനൊന്ന് പറയട്ടെ. അത് കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാവണം. നീ കൂടുതലൊന്നും പറയണ്ട. നീ അറിയാതെ ഒന്നും ഇവിടെ നടക്കത്തില്ല. നിന്നെ അന്വേഷിച്ച് വന്ന ഒരു തെമ്മാടിയാ എന്റെ മോനെ ഈ നിലയിലാക്കിയത്. നീ ഇങ്ങോട്ട് വന്നേ. എന്റെ മോൻ എങ്ങനെ കിടക്കുന്നു നീ കാണടി. നീ വന്ന് കാണി. വെടിക്കെട്ടിന് തീ പിടിച്ചു കഴിഞ്ഞു. ഇനി മുകളിൽ അതങ്ങ് പൊട്ടിത്തെറിച്ചോളും. ഈശ്വരാ മിന്നിച്ചേക്കണേ. കണ്ടോ എന്റെ കൊച്ചു കിടക്കുന്ന കിടപ്പ് കണ്ടോ? നീ കാരണം എന്റെ കുഞ്ഞിന് ഇത് സംഭവിച്ചത്. നിന്റെ പേര് പറഞ്ഞ് ഒരുത്തരോടെ കയറി വന്നിട്ടാ എന്റെ കുഞ്ഞിനോട് ഈ ദുഷ്ടത്തരം കാണിച്ചത്. ഇനി നിനക്ക് എന്ത് സമാധാനം പറയാനുള്ളത്? ഇതിന് നീ ഒരു പരിഹാരം ഉണ്ടാക്കിയേ തീരൂ. ഇല്ലെങ്കിൽ പറ, ആ സുധീന്ന് പറഞ്ഞത് നിന്റെ ആരാ? അവൻ എന്തിനാണ് നിന്റെ പേരും പറഞ്ഞ് ഈ വീട്ടിൽ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത്? രാജീവൻ ഇങ്ങനെ സംഭവിച്ചതിൽ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ഗൗരിയെ നന്ദിനി അവൻ ഉപദ്രവിക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ഓടിച്ചെന്നത്. സ്വാതിയച്ചയുടെ എന്തോ വൈരാഗ്യമുള്ളത് പോലെയാ അവന്റെ സംസാരം പ്രവൃത്തിയല്ല. രാജീവ് ഈ വീട്ടിൽ ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഉണ്ടായില്ലേ? നോക്കിക്കേ, എന്റെ കൊച്ചിന്റെ കിടപ്പ് കണ്ടോ? അവന്റെ മുഖം കണ്ടോ? അയ്യോ എന്തൊരു പൂ പോലെ ഇരുന്ന കൊച്ചായിരുന്നു. അവരെ ഈ പരുവത്തിലാക്കിയില്ലേ? ഇല്ലേ? അയ്യോ ഒന്ന് നോക്കിയടാ. ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്? കണ്ടിട്ട് നെഞ്ചു പൊടിയാ. ഇടികൊള്ളാത്ത ഒരു സ്ഥലം പോലും ഈ ശരീരത്തിലില്ല. അത്രയ്ക്കും അവൻ എന്നെ ഇടിച്ചു. രാജീവെ അനുഭവിക്കുന്ന വേദന വളരെ വലുതാണെന്ന് എനിക്കറിയാം. എന്റെ പേരും പറഞ്ഞ ഒരാള് വന്ന് രാജീവിനെ തല്ലിയതിന്റെ കാരണം എന്താന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും എന്നോട് ശത്രുത ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് എന്നോടല്ലേ? സത്യം പറ, ആരാ അവൻ?
അവൾക്ക് നീയുമായിട്ട് എന്താ ബന്ധം? അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാതെ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയടി, ഈ കുടുംബത്തിൽ ആർക്കും അവനെ അറിയത്തില്ല. അവൻ അറിയാവുന്നത് നിന്നെ മാത്രം. എന്താ ഇതിന് പിന്നിലെ രഹസ്യം? പറ. തനിക്ക് അവനെ അറിയില്ലേ സ്വാതി? ഇല്ല, എനിക്കറിയില്ല. ദയവ് ചെയ്ത് ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. ഇത് അവളുടെ കള്ളത്ര വന്നില്ലേ? അവക്കറിയാം അവൻ ആരാണെന്ന്, പക്ഷെ പറയില്ലെന്നുള്ള വാശിയാ. അമ്മായി, തൽക്കാലം ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കരുത്. സ്വാതിയോട് സമാധാനമായിട്ട് ഞാൻ തന്നെ ചോദിക്കാം. ഇപ്പോ രാജീവ് വിശ്രമിക്കട്ടെ. ഭർത്താവ് അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഒരു ഭാര്യയ്ക്കുണ്ടാവുന്നത് അത്ര നല്ലതല്ല. അത് ഓർമ്മ വേണം. നീ ഇങ്ങനെ മൗനിയായിട്ട് നിൽക്കുന്നതിനെ ഒരൊറ്റ കാരണേ ഉള്ളൂ. ആ വന്നവനെ നിനക്കറിയാം. ദിവസവും സർക്കിട്ട് ആയിരുന്നല്ലോ. തോന്നുമ്പോ പോകുന്നു, തോന്നുമ്പോ വരുന്നു. അതിനിടയ്ക്ക് ആരുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചത്? ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പൊ നിങ്ങൾ ആരും അത് വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞാനത് പിന്നീട് ഒരു അവസരത്തിൽ പറഞ്ഞോളാം. നിക്കടി. നീ കാരണം ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കില്ലെന്ന് നീ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്നിട്ടിപ്പ എന്തായി? ഈ വീടിന്റെ സമാധാനം മുഴുവൻ പോയില്ലേ? അതെ, എന്റെയും ഇവളുടെയും ദേഹത്ത് ആ തെമ്മാടി കൈവച്ചത് നീ കാരണമാ. അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. എന്റെ പഴയ രീതി നീ എടുപ്പിക്കരുത്. അറിയാലോ നിനക്കെന്നെ. എന്റെ പേര് പറഞ്ഞ ആര് നിങ്ങളെ എന്ത് ചെയ്താലും അതിനുള്ള പകരം ഞാൻ ചോദിക്കും. ചെയ്യാത്ത തെറ്റിനെ എന്റെ ദേഹത്ത് കൈവച്ചാ നിന്നെ ഞാൻ ഞെക്കി പൊട്ടിക്കും. ഇവിടെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോ അത് അന്വേഷിക്കാനേ നിന്റെ വേറൊരു സിൽബന്തി വന്നിരുന്നു. ആ കൊള്ള വൈദ്യൻ ഏറാടി. അയാൾ അപ്പൊ തന്നെ ഇവരെ വിളിച്ച് പറഞ്ഞു കാണും ചേച്ചി. ഇവർക്കെല്ലാം അറിയാം. വെല്ലിച്ചനും രാജീവന്റെ അച്ഛനും കൂടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയിട്ടുണ്ട്. അവരൊന്ന് വന്നോട്ടെ. അത് കഴിഞ്ഞ ഇതായിരിക്കില്ല നിങ്ങൾ നേരിടാൻ പോകുന്ന വിചാരണ. ചിലപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. എന്തും വരട്ടെ, നേരിടാൻ ഞാൻ തയ്യാറാ. ആരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു പ്രവൃത്തിയും എന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ഇപ്പൊ ഈ സംഭവത്തിന് നിങ്ങളോട് ഞാൻ മാപ്പ് പറയും. തൽക്കാലം അത്ര എനിക്ക് ചെയ്യാൻ പറ്റൂ. അവൾ എവിടെ പോന്നു? ആരെ കാണുന്നു? എന്തെങ്കിലും നീലിനോട് പറയാറുണ്ടോ? ആരാ ഈ സുധി? അവൻ എന്തിനാ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയത്? അടിയുണ്ട് ഞങ്ങൾക്ക്. അത് അറിയാനുള്ള അവകാശമില്ലേ നീലെ? ഇല്ലെങ്കിൽ ഏട്ടി സ്വാതിയത്തോട് ചോദിക്കേ ആരേ സുധി എന്ന്. ഈ വീട്ടിൽ കയറി വന്ന് സ്വന്തം അനിയത്തിയുടെ ദേഹത്ത് കൈവച്ചവൻ ആരാണെന്ന് നീല് പോയി സ്വാതിയോട് ചോദിക്കും. അവര് പറയില്ല ഗൗരിയേച്ചി. ഏട്ടിനെ പോലെ അവർക്ക് പുല്ല് വിലയാ. നീലെ, ഈ വീട്ടിനകത്ത് വെച്ച് ഞങ്ങളുടെ ദേഹത്ത് കൈവച്ചവൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നീ നോക്കിക്കോ, ഇല്ലെങ്കിൽ ഈ വീടിനകത്ത് തല തല്ലി ചാവും ഞാൻ. മതി. നീ ഇനി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇവരെ തമ്മിൽ തല്ലിക്കാനാണോ നീ ശ്രമിക്കുന്നത്? ഓ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തല്ലാൻ വലിയ മിടുക്കാണല്ലോ. പറ്റുമെങ്കിലേ നിങ്ങൾ അവക്ക് പോയി 2 കൊടുക്ക്. സ്വന്തം മോൻ ഈ അവസ്ഥ കിടക്കുമ്പോഴും നിങ്ങൾ അവക്കെന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? അതോ അവൻ നിങ്ങളുടെ മോനല്ലേ? അമ്മായി, സംഭവിച്ചതൊന്നും തിരിച്ചെടുക്കാൻ പറ്റാത്ത കാര്യങ്ങള്. ഇനിയും നമ്മൾ ആരെയും അടിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. എന്തായാലും പോലീസിൽ കേസ് കൊടുത്തിട്ടില്ലേ, അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അതെ, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പാഴൂർ പടിപ്പുര പോയി പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമില്ല. അതെ, നേരത്തെ നീ അവക്ക് കൊടുത്ത പോലെ ഒരു 3 അവളുടെ കരണക്കുറ്റി നോക്കി കൊടുത്താലേ നല്ല മണി പോലെ തത്ത പറയുന്ന പോലെ അവള് പറയും. അതെങ്ങനെയാ? നീ അവളുടെ മുന്നിലൊന്ന് നിവർന്ന് നിക്കണ്ടേ? ഇപ്പൊ 1 കൊടുത്ത തന്നെ എന്തോ ഒരു അബദ്ധം പറ്റിയതാ. ഓ, എന്തൊക്കെയാരെന്ന് വാരിക്കൊടുക്കുന്നു, പിടിച്ചു നടത്തുന്നു, പല്ല് തേപ്പിക്കുന്നു. അയ്യോ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കട്ടോ. മര്യാദക്ക് നിന്നോട് നിർത്താനാ പറഞ്ഞത്. സ്വാതി ചെയ്ത് തെറ്റിന് ഇവനെ എന്തിനാ ഇങ്ങനെ അധിക്ഷേപിക്കുന്നേ? ആന്റി പറഞ്ഞോട്ടെ അങ്ങളെ, ഭാര്യയുടെ തെറ്റിന് ഭർത്താവിനും പകുതി ഉത്തരവാദിത്വം ഇല്ലേ? എനിക്കിതൊന്നും അല്ല അറിയേണ്ടത്. നീ അവളുടെ ഭർത്താവ് തന്നെ അല്ലേടാ. നിന്നോട് അവളിത് മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? ഭർത്താക്കന്മാര് പോങ്ങന്മാരാകുമ്പോഴാ ഭാര്യമാര് തോന്നി വഴിക്ക് പോകുന്നു. മഹേഷേട്ടൻ പറഞ്ഞു മോക്കവനെ അറിയില്ലെന്ന്. അത് വിശ്വസിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ മനസ്സ് സമ്മതിക്കുന്നില്ല.
രാജീവ് ഈ വീട്ടിലേക്ക് താമസിക്കാൻ വരുന്നതിന് തന്നെ ഞാൻ എതിരായിരുന്നു. എന്നിട്ടും എന്റെ വാക്ക് കേൾക്കാതെ അവൻ ഇവിടേക്ക് വന്നു. അപ്പോഴും എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ടായിരുന്നു. ഗൗരിയുടെ അമ്മ ഈ വീട്ടിലില്ലെങ്കിലും ആ സ്ഥാനത്ത് നീ ഇവിടെ ഉണ്ടല്ലോ എന്ന്. പക്ഷേ ആ നീ കാരണം അവനിങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട് മോളെ. അച്ഛാ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം അച്ഛൻ വിശ്വസിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഗൗരിയും നന്ദിനിയും നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം അവർക്ക് നിന്നോടുള്ള അസൂയ കൊണ്ടാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അതിൽ ചില സത്യങ്ങളുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിനക്കറിയാം അവൻ ആരാണെന്ന്. ഇവിടെയുള്ള എല്ലാവരിൽ നിന്നും നീ അത് മറച്ചു പിടിക്കണമെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. അവൻ, ആ സുധി, ഈ വീട്ടിലേക്ക് വഴിതെറ്റി വന്നവനല്ല. എവിടെയോ കിടന്നൊരു തെമ്മാടി വെറുതെ ഈ വീട്ടിൽ കയറി വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം. അതുമാത്രമല്ല, ആ ഏറാടിയുടെ കാര്യത്തിലും എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അയാൾ തന്നെയാണ് ചെന്നൈയിൽ വെച്ച് ഞാൻ കണ്ട രാമാനുജനെന്നും എനിക്ക് ഉറപ്പുണ്ട്. മോൾക്ക് ഒന്നും തോന്നരുത്. എൻ്റെ മോനെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരാൾ അവനെ തല്ലുന്നത് എനിക്ക് സഹിക്കില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഭാനുമതിയെ ഞാൻ തല്ലി, ഇവിടെ വച്ച്. അത് നീ കാരണം. ഇതിനെല്ലാം കാരണക്കാരനായവനെ നീ ഇപ്പോഴും സംരക്ഷിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്ത. അച്ഛന്റെ മോനെ തല്ലി ഈ അവസ്ഥയിലാക്കിയവന് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. അച്ഛൻ വേറൊന്നും എന്നോടിപ്പോ ചോദിക്കരുത്. ഒരിക്കൽ അച്ഛൻ എല്ലാം അറിയും. അതുവരെ എന്നെ ശപിക്കരുത്. മോളെ, അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാനവിടെ വന്നിരുന്നു. അറിഞ്ഞു. ഇവിടെ എല്ലാവർക്കും അങ്കിളിന്റെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. സുധി രാവിലെ വന്ന് ബഹളം ഉണ്ടാക്കിയതും അങ്കിളിന്റെ വരവും തമ്മിൽ ബന്ധമുണ്ടോന്ന എല്ലാവരുടെയും സംശയം. ഞാനിപ്പോ എന്ത് ചെയ്യാനാ മോളെ? ഇതൊന്നും അറിയാതെയാ ഞാൻ അവിടെ വന്ന് കയറിയത്. ഇവിടെയും പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ് മോളെ. എന്തുപറ്റി? സുധി പിന്നെയും വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഉണ്ടാക്കിയ പ്രശ്നം ചെറുതല്ല. മോൾ എത്രയും പെട്ടെന്ന് ഇതുവരെ വന്നേ പറ്റൂ. വരാം. കുട്ടികളാകെ കരച്ചിലും ബഹളവാ. മോള് അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നാ അവരുടെ ആഗ്രഹം. ശരി, ഞാൻ പിന്നെ വിളിക്കാം. സ്വാതി, ആരായിരുന്നു ഫോണില്? ഒരു കൂട്ടുകാരിയായിരുന്നു, പക്ഷെ കട്ടായിപ്പോയി. കട്ടായതോ അതോ എന്നെ കണ്ടപ്പോ കട്ടാക്കിയതോ? സ്വാതി, എന്താണോ ഇതൊക്കെ? താൻ എന്തിനാ എന്നെ ഇന്ന് കാര്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? കള്ളം പറഞ്ഞ് ശീലമില്ലാത്തവരത് പറയുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. അതിനി ആവർത്തിക്കണ്ട. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇനി ചോദിക്കുന്നുമില്ല. ഒരു കാര്യം താൻ മനസ്സിലാക്കണം. തനിക്ക് തൻ്റെതായ എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ താനത് മിസ്യൂസ് ചെയ്യരുത്. എന്റെ ഭർത്താവിന്റെയും ഈ വീട്ടിന്റെയും അന്തസ്സിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. ഏട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ ഇനിയും തല്ലാം. അതിലെനിക്കൊരു പരാതിയില്ല. പുരാണ കഥകളിലൊക്കെ ഇതുപോലെ ബുദ്ധിമതികളായ സ്ത്രീകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായി. മന്ദരയല്ലേ നീ ഉദ്ദേശിച്ചത്? എടി കൊച്ചേ, എല്ലാ പുരാണങ്ങളിലും കൊല്ലും കൊലയൊക്കെ ഉണ്ടായതേ സ്ത്രീകൾക്ക് വേണ്ടിയാ. രാമായണത്തിൽ അത് സീതയ്ക്ക് വേണ്ടി, മഹാഭാരതത്തിൽ അത് ദ്രൗപദിക്ക് വേണ്ടി. അത്രേ ഉള്ളു വ്യത്യാസം. ഇവിടെ ഇപ്പോ നിങ്ങക്ക് ആ റോള്. അമ്മ നോക്കിക്കോ, ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഈ വീട്ടിൽ സമാധാനമില്ലായ്മയുടെ ദിവസങ്ങളായിരിക്കും. ഓരോ ദിവസവും വഴക്കുണ്ടാക്കാൻ ഓരോ കാരണങ്ങൾ ഞങ്ങൾ കണ്ടുപിടിക്കും. അത് മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഇല്ല, ബോബി ചായൻ ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് പറ്റില്ല. ഞാൻ ഈ സിനിമയിൽ നിന്ന് പിന്മാറുക. ഞാൻ വാങ്ങിയ അഡ്വാൻസ് പണം ഞാൻ വേണമെങ്കിൽ ബോബി ചായന് തിരിച്ചു തരാം. ശരി, ഇത് അവസാനത്തെ തീരുമാനമാണോ? അതെ,
നീൽ, വാശിക്ക് വേണ്ടി നിങ്ങൾ നഷ്ടപ്പെടുത്തിയതിന്റെ വിലയോർത്ത് നിങ്ങൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ബോബ്ചാ, വാ നമുക്കിറങ്ങാം. ഇയാള് മാപ്പ് പറയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? മാഡം, ഒരു നിമിഷം. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സ്വാതി, ഏട്ടൻ ഇപ്പൊ ഒന്നും പറയണ്ട. സർ, ഏട്ടൻ വേദയോട് സോറി പറയും. നിങ്ങൾ വിഷമിക്കണ്ട. ഏട്ടൻ ഈ സിനിമയിൽ അഭിനയിക്കും. സ്വാതി, താൻ എന്തൊക്കെയായി പറയുന്നേ? കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. താനായിട്ട് ഇനി അത് മാറ്റാൻ നിൽക്കണ്ട. ഏട്ടൻ മാറ്റണം. ഏട്ടൻ ഈ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് എന്റെ ആഗ്രഹം. ഒരുപാട് പണം മുടക്കിയവരാ. പറ്റില്ല എന്നും പറഞ്ഞ് ഇവരെ നിരാശപ്പെടുത്തരുത്. ഈ സിനിമയിൽ നിന്ന് ഏട്ടൻ പിന്മാറിയ ഒരു ഭീരുവിനെ പോലെ ഏട്ടൻ പേടിച്ച് പിന്മാറിയെന്ന് വേദ പറയും. അത് കേൾക്കാൻ ഏട്ടന് താല്പര്യമുണ്ടോ? എന്റെ ഭർത്താവ് അവൾക്ക് മുന്നിൽ ജയിച്ചു കാണുന്നതാ എനിക്കിഷ്ടം. മാഡം, നിങ്ങൾ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തോളൂ. ഏട്ടൻ വരും. ഓക്കെ, സ്വാതി പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൊച്ചിന് 100 പുണ്യം കിട്ടും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, വാ ഡെയ്സി. ശരി. സ്വാതി, താൻ എന്ത് തോന്നിയാസായി കാണിച്ചത്? എനിക്കതൊന്നും അറിയണ്ട. ഏട്ടൻ ഈ സിനിമയിൽ അഭിനയിച്ചേ പറ്റൂ. അതിനൊരു സോറി പറയുന്നതില് ഒരു തെറ്റുമില്ല. സ്വാതി, ദേ, ഇതിന്റെ തെറ്റും ശരിയും താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ എന്റെ തീരുമാനം മാറ്റില്ല. പരസ്യമായിട്ട് മാപ്പ് പറയാൻ പറ്റില്ല എന്ന് പറയാ. നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു സ്ഥലത്ത് വെച്ച് മാപ്പ് പറയാമെന്ന് പറയണം. എന്നിട്ട് ഏട്ടനാദ്യം വിളിക്ക, ബാക്കിയൊക്കെ ഞാൻ പറയാം. തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റും. അവളുടെ മുന്നിൽ വീണ്ടും തോൽവി സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ഇല്ല ഏട്ടാ, അവൾക്ക് എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനപ്പെടുത്തേണ്ടത് ഏട്ടനെ അല്ല, എന്നെ തന്നെയാ. ഏട്ടൻ മാപ്പ് പറയാൻ വിളിക്കുമ്പോ തീർച്ചയായിട്ടും അവൾ എന്നെ കൂടെ കൂട്ടാൻ പറയും. അങ്ങനെ പറഞ്ഞാ ബാക്കി വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. താൻ എന്ത് ചെയ്യും? എന്താടോ തന്റെ മനസ്സില്? അവളെ തോൽപ്പിക്കാനുള്ള ഒരു ആയുധം ഇപ്പോഴും എന്റെ കയ്യിൽ ഭദ്രമായി ഇരിപ്പുണ്ട്. അതിനു മുന്നിൽ അവൾക്ക് ജയിക്കാൻ കഴിയില്ല, ഒരിക്കലും. നേട്ടം ഉണ്ടല്ലോ. നീൽ ആദ്യം സ്നേഹിച്ചത് അവളെയല്ലേ? അതിന്റെ ഓർമ്മകളൊക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കാൻ കഴിഞ്ഞാലോ? നീലിനിപ്പോ അവളോടുള്ള ശത്രുത കുറച്ചെങ്കിലും കുറയ്ക്കാൻ സാധിച്ചാലോ? ആ, നീലുമായി പഴയതിനേക്കാൾ അടുപ്പമുള്ളൊരു സൗഹൃദം. അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കം ആയിക്കൂടെ ഇത്? ഓ, അതൊന്നും ഏട്ടൻ അംഗീകരിച്ചു കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവളെ അരച്ചു കൊടുത്താ ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കാനുള്ള വൈരാഗ്യമുണ്ട് ഏട്ടന്റെ മനസ്സിൽ. അതൊക്കെ ശരിയാ. പക്ഷേ ഒരു പെണ്ണ് വിചാരിച്ചാൽ അവസരങ്ങൾ ഉണ്ടാക്കാനാണോ പ്രയാസം? അങ്ങനെ ഒരു അടുപ്പം വീണ്ടും നീലുമായി അവൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ പേരിൽ സ്വാതിയും നീലുമായി തെറ്റും. അങ്ങനെ എന്നേക്കുമായി നീലിന്റെ ജീവിതത്തിൽ നിന്ന് സ്വാതിയെ ഓടിച്ചു കളയാൻ സാധിച്ച അത് ഒരു വലിയ നേട്ടമാണല്ലോ. ഓ, അപ്പോ നമ്മുടെ ജോലി കുറഞ്ഞു കിട്ടും. ജോലി കുറയുന്നതൊന്നും അല്ല നന്ദിനി പ്രശ്നം. ഈ വീട്ടിലേക്ക് തിരിച്ചു കയറുക തന്നെയായിരിക്കും അവളുടെ ലക്ഷ്യം. ഒരാൾ ആദ്യം പ്രണയിച്ച കാമുകൻ, മറ്റേയാൾ ആദ്യം താലി കെട്ടിയ ഭർത്താവ്. സൂക്ഷിക്കേണ്ടതേ നീയും കൂടിയാ. അത്രയ്ക്ക് അപകടകാരിയാ അവള്. എന്റെ ഗിരിയേട്ടന്റെ മുഖത്തെങ്ങനെ അവള് നോക്കിയോ? അവളുടെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അപ്പോ രണ്ടാളും അവളുടെ മുന്നിൽ അടിയറവ് പറയാൻ തീരുമാനിച്ചു അല്ലേ? ഈ കാര്യത്തിൽ അടിയറവ് പറയുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല. ഏട്ടൻ അവളെ അടിച്ചു, അത് തെറ്റ് തന്നെയാ. അതിനൊരു മാപ്പ് പറഞ്ഞെന്ന് കരുതി ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. വായട്ടാ, നമുക്ക് പോവാം. കണ്ടില്ലേടി, എന്തായാലും ഇത് സ്വാതിയുടെ തോൽവി തന്നെയാ. വേദ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയായിരിക്കും. പോയി മാപ്പ് പറഞ്ഞിട്ടിങ്ങ് വരട്ടെ. നമുക്കേ ഗാലറിയിലിരുന്ന് കളി കാണാം.